ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 കയറിയ ജിഷിൻ എന്ന ഗെയിം ഒരു ഒരു സ്ട്രാറ്റജിക് മൂവായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്നലെ തന്നെ പണിപ്പുര ടാസ്കിൽ എല്ലാവരും ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ ശരിയാണ്, നമ്മൾ നമ്മുടേതായ ഒരു വ്യൂ പോയിന്റ് വെക്കണം. അപ്പം പണിപ്പുര ടാസ്കിൽ ആൾ കയറിയതും ആൾ കൗണ്ട് ചെയ്ത് 10 സെക്കൻഡ്സ് ആയപ്പോഴത്തെ അദ്ദേഹം പറയുന്നു ഞാൻ ഇറങ്ങിയെന്ന്. പക്ഷെ നമ്മൾ ആ വീഡിയോ തന്നെ നമ്മളൊന്ന് റീപ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആൾ ഡോറിൻ്റെ അവിടെ ആയപ്പോൾ തന്നെ ബസർ അടിച്ചിരുന്നു. ആൾ സ്റ്റെപ്പ് ഔട്ട് പോലും ഒരു കാല് പോലും വെളി വന്നില്ല. അപ്പം അങ്ങനെ ഒരാളോട് എല്ലാവരും അത്രയും പേര് കണ്ടസ്റ്റൻ്റ് പറഞ്ഞു ഇല്ല നിങ്ങളത് ഇറങ്ങിയില്ല ടൈമിൽ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, വിതിൻ വേറെയുള്ള ടീം മെമ്പേഴ്സ്, അതായത് ലക്ഷ്മി അല്ലെങ്കിൽ മസ്താനി, അവർ എല്ലാവരും ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടില്ല, അവർക്ക് തന്നെ മനസ്സിലായി ടൈമിൽ അവർ ഇറങ്ങിയില്ല. അവർ പോലും ഈ പറയുന്ന ജിഷിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം എന്തുകൊണ്ട്? കാരണം അവർക്കറിയാം അദ്ദേഹം ടൈമിൽ ഇറങ്ങിയില്ല. അത്രയും പേര് കണ്ടതും വെറുതെ ഒരു എന്താ പറയുക ഷോ ഇറക്കുക. മീറ്റ്സ് എല്ലാവരും അതിന് വേണ്ടി ഒബ്ജക്റ്റ് ചെയ്ത് ഐ ലൈക്ഡ് ഇറ്റ് പേഴ്സണലി. എല്ലാവരും അത് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ അതിന് വേണ്ടിയായി പ്രതികരിച്ചു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അതൊക്കെ പിന്നെ അക്ബറും ജിഷിനും നടന്ന കയ്യാങ്കളി. അപ്പോൾ എനിക്കത് ജിഷിൻ അത് ഓൾറെഡി അത്രയും പേര് പറയുമ്പോൾ അത് സമ്മതിക്കണം. വെറുതെ മറ്റേ ഇപ്പം എനിക്ക് തോന്നുന്നു ആ അനീഷ് എങ്ങനെയാണെന്നോ അവിടെ ഗെയിം കളിച്ചപ്പോൾ എല്ലാവരും പറയുന്ന കേൾക്കാതെ സ്വന്തം നിലപാടിൽ തന്നെ നിന്ന് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നു. അതേ സെയിം അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകണം കേട്ടോ. അല്ലാതെ വേറൊരാൾ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ നീ എങ്ങും എത്തത്തില്ല. കൂടാതെ ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അയക്കാതിരിക്കുക. ബൈ ബൈ.